അതൊരു വലിയ ഒരു ഉത്തരവാദിത്വമാണ്, വലിയ ഒരു ദൗത്യമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം മാർഗാനീസ് പിതാവിൻ്റെ ജന്മസ്ഥലത്ത് തന്നെ ഈ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് സന്തോഷം തരുന്ന ഒരു കാര്യം. അതിൻ്റെ ഈ സ്ഥലത്ത് പുതിയൊരു ചുമതല ഏൽക്കുന്നു, അതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത്. മാവേലിക്കര രൂപതയുടെ ഭാഗമാണ് എൻ്റെ സ്വന്തം മാതൃ ഇടവക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇരട്ടി സന്തോഷം തരുന്നു. അതിനേക്കാൾ ഉപരി മാർഗാനീസ് പിതാവിൻ്റെ ജന്മസ്ഥലത്ത് ജന്മസ്ഥലമായ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് മാവേലിക്കരയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. മാവേലിക്കര എല്ലാം കൊണ്ടും ഒരു സംസ്കൃതിയുടെ ഒരു സ്ഥലമാണ്. ഒത്തിരിയേറെ നന്മകളുള്ള ഒരു ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല പരിചയമുള്ള പിതാവിൻ്റെ മാതൃ രൂപത കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും മനസ്സിലുള്ളത്, എന്തൊക്കെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള ധാരണയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും നമുക്കുള്ള സാഹചര്യം അതിന് അനുവദിച്ചു തരികയില്ല. എങ്കിലും നല്ല കാര്യങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് ചെയ്യാൻ പരിശ്രമിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രൂപതയിലെ രണ്ടാമത്തെ ബിഷപ്പായിട്ടാണ് നാളെ ചുമതല കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവ് 18 വർഷക്കാലം കൊണ്ടുനടന്ന ഒരു രൂപത കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാത പിന്തുടരും, അങ്ങനെയാണ് മുന്നോട്ട് പോകുക. അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെയൊക്കെ ഓർക്കുന്നു. കർത്താവിൻ്റെ പാതയാണ് ഞാൻ പിന്തുടരേണ്ടത്. അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് സഭയുടെ, പ്രത്യേകിച്ച് മാവേലിക്കര രൂപതയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ആയിരുന്നു. ഞാൻ എൻ്റേതായ ശൈലിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം. അക്കാദമിക് കാര്യങ്ങളിൽ വളരെ പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ ആയിരിക്കും മുൻഗണന നൽകുക. വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുൻഗണന കൊടുക്കണം. അതിന് നമുക്ക് ഉള്ള സാഹചര്യം മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാനൊന്നും സാധിക്കുകയില്ല. ഉള്ള സ്ഥാപനങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ ക്വാളിറ്റേറ്റീവ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. മാവേലിക്കര രൂപത എന്ന് പറയുന്നത് ഒരുപാട് പ്രവാസികളൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ ഈ ദൈവിക വേലയിലേക്കും വിശ്വാസങ്ങളിലേക്കൊക്കെ ചേർത്ത് നിർത്താൻ നടപടി സ്വീകരിക്കും. ഇപ്പോൾ മാവേലിക്കര മാത്രം എനിക്ക് അതിൻ്റെ കണക്കറിയില്ല, എങ്കിലും പ്രവാസികൾ ഒരുപാട് ഉള്ള ഒരു സ്ഥലം, കേരളം മുഴുവൻ പ്രവാസികളുള്ള ഒരു നാടാണ്. മാവേലിക്കരയിൽ ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന കണക്കനുസരിച്ച് ചിലപ്പോൾ കൂടുതലായിരിക്കാം. കേരളം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാവേലിക്കരയുടെ മാത്രമല്ല, കേരളം മുഴുവനുള്ള നമ്മുടെ യുവാക്കളും യുവതികളും അന്യ രാജ്യങ്ങളിലേക്ക്, നാടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണല്ലോ. അപ്പം അതിനെ നമ്മൾ പ്രായോഗികമായി എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അവരെ കൂടി നിലനിർത്തണമെന്നാണ്, അവരിവിടെ നിലനിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമുക്കതിനുള്ള കഴിവ് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് സംവിധാനമൊന്നുമല്ലല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ കുറെ കൂടി വികസിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവരെ കൂടി ഇവിടെ നിലനിർത്താൻ കഴിയൂ. അടിസ്ഥാന സൗകര്യങ്ങൾ അല്ല, ഒന്നാമത് ഈ യുവാക്കളുടെ ഈ ചിന്താഗതി തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് പോയാലേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അപകടകരമായ ഒരു ചിന്താഗതി. ഇവിടെ തന്നെ
ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ജനിച്ചു വളർന്നവരല്ലേ ഇവിടെയൊക്കെ ഉള്ളവർ, ഇവിടെ താമസിക്കുന്നവർ, ഇവിടെ ജീവിച്ചവരല്ലേ, ജീവിക്കുന്നവരല്ലേ. ഇപ്പോൾ ഇവിടുന്ന് പോയാലേ ഇതിലും മെച്ചപ്പെട്ട അപ്പോൾ ആ ചിന്താഗതിയിലാണ് ഒരു വ്യത്യാസം, അവരുടെ ചിന്താഗതിയിൽ ഒരു വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. ആ ചിന്താഗതി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ജോഷുമാർ പിതാവും ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം അതിരൂപതയുടെ മേലെ അതിരൂപതയുടെ സഹായമെത്രാനായിരിക്കുമ്പോഴാണ് ഇവിടെ ചുമതലയുള്ളത്. ഇപ്പോൾ പിതാവും 3 വർഷമായി തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോൾ ആ ഒരു 3 വർഷക്കാലത്തെ അനുഭവം ഇവിടെയും ഗുണകരമാകും. തീർച്ചയായിട്ടും അതൊരു നല്ല അനുഭവമായിരുന്നു. തിരുമേനിയുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചത് വലിയൊരു നേട്ടമാണ്. കാരണം അദ്ദേഹത്തിന് ഒത്തിരിയേറെ പരിപാടികൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിന്ന് ഭാഗഭാക്കാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു നല്ല ഒരു പരിധി വരെ എന്നെ ഒത്തിരിയേറെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.